കോണ്ടിബ എ ഹീറോ. കോണ്ടിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണെന്ത് കോണ്ടിബ. പിന്നെ എ ഹീറോ ഒരു നായകൻ. അപ്പൊ എന്തായി കോണ്ടിബ ഒരു നായകൻ എന്ന് വെച്ചാൽ കോണ്ടിബ ഒരു നായകനാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വളരെ രസകരമായ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മളൊരു ലോങ് സ്റ്റോറിയാണ് വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ ഒരു മടിയും കൂടാതെ മക്കളെ എൻ്റെ കൂടെ പോരി. തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമ്മുടെ കഥയുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് കോണ്ടിബ വാസ് എ പൂവർ മാൻ. വാസ് പറഞ്ഞാൽ ആയിരുന്നു, ആണല്ലോ. എ ഒരു പൂവർ പാവപ്പെട്ട മാൻ മനുഷ്യൻ. അപ്പൊ എന്തായി കോണ്ടിബ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ആണല്ലോ. അതുപോലെ തന്നെ ലേ എന്നാണ്. ലേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേ ഒരു ഫ്രം എ വില്ലേജ് ഒരു ഗ്രാമത്തിലെ എന്നാണ്. എന്താണ്? ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ആര് കോണ്ടിബ എന്നായി. ഇനി ആ ഗ്രാമം എവിടെയായിരുന്നു അതുകൊണ്ട് കണ്ടോളി. ഇൻ മഹാരാഷ്ട്രയിൽ. അപ്പൊ ഈ സെന്റൻസിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥം വന്നല്ലോ. എന്താണ്? മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവനായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ആര് കോണ്ടിബ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി അടുത്താണ് വെൻ. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു പോൾ. എങ്ങനെ? അത് കണ്ടോളി. ഹി വാസ് അവനായിരുന്നു എന്ത്? എ ചൈൽഡ്. അവൻ ഒരു കുട്ടിയായിരുന്നു. അതിന് മുന്നേ എന്ത് വന്നു? പോൾ വന്നു. അവൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ. ഓക്കെ ആണല്ലോ? എന്താണ്? അവൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ അവന് സഫേർഡ് ഫ്രം. സഫർ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുക എന്നാണ്. എഴുതി വെച്ചോളൂ. ഈ അണ്ടർലൈൻ വരച്ചിരിക്കുന്ന ഈ കംപ്ലീറ്റ് വാക്യങ്ങളുണ്ടല്ലോ, വേർഡ്സുകളും വാക്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതി വെക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സഫേർഡ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിച്ചു എന്നാണ്. ബാധിച്ചു. എന്ത് ബാധിച്ചു എന്നറിയോ? സ്മോൾ പോക്സ്. എല്ലാവർക്കും അറിയാം സ്മോൾ പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരകമായ വൈറൽ രോഗമാണ് അല്ലേ. അപ്പോൾ ഈ മാരകമായ അസുഖം ബാധിച്ചു ആർക്ക്? അവന്, നമ്മുടെ കോണ്ടിബാക്ക്. ആൻഡ് അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് കാരണത്താൽ. ഇതുണ്ടോ? അണ്ടർലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്താൽ. ഇത് എഴുതി വെച്ചോളൂ. കാരണത്താൽ. എന്ത് കാരണത്താൽ? ദാറ്റ് ഡിസീസ്. ആ രോഗം കാരണത്താൽ. എന്ത് സംഭവിച്ചു? ഹി ലോസ്റ്റ്. അവന് നഷ്ടമായി, അല്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു? ഹീസ് ഐസൈറ്റ്. അവൻ്റെ കാഴ്ചശക്തി. അപ്പൊ ആ രോഗം കാരണത്താൽ അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നായി. ഓക്കെ ആണല്ലോ? അത് ഓക്കെയാണ്. ആൻഡ് അതുപോലെ തന്നെ ബിക്കെയിം ആയിത്തീർന്നു. കോണ്ടിബല്ലേ അവൻ ആയിത്തീർന്നു. എന്തായിത്തീർന്നു അറിയോ? കംപ്ലീറ്റ്ലി മുഴുവനായും ബ്ലൈൻഡ് എന്നാൽ അന്ധൻ അല്ലേ. അപ്പൊ മുഴുവനായും അന്ധനായി തീർന്നു. കാരണം ഐസൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അന്ധനാണല്ലോ അല്ലേ. അപ്പൊ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവൻ മുഴുവനായും ഒരു അന്ധനായി തീർന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവമാണ്. പിന്നെ ഇനി അടുത്താണ് ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്നിട്ട് പോലും, അല്ലെങ്കിൽ എന്നിരുന്നാലും. കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു ഓൾദോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം വെക്കുമ്പോൾ അതിന് ശേഷം വരുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ അതാദ്യം പറയണം, അതാദ്യം അർത്ഥം വെക്കണം. അതിനുശേഷം ഇത് കൂട്ടി കൊടുക്കും. കണ്ടോളി. ഓൾദോ ഹീ കുഡ് നോട്ട്. നമുക്കറിയാം കുഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ആണല്ലോ. കുഡ് നോട്ട് കഴിഞ്ഞില്ല. സി കാണാൻ കഴിഞ്ഞില്ല. ആർക്ക്? ഹീ കുഡ് നോട്ട് സി. അവന് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പോലും എന്താണ്? ഹീ കുഡ് നോട്ട് സി. അവന് കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അല്ല എന്നിട്ട് പോലും ഹീ വാസ്. അവൻ ആയിരുന്നു. എന്തായിരുന്നു അറിയോ? എ വെരി ഒരു വളരെ ബ്രേവ് എന്നാൽ ധൈര്യശാലി. അപ്പം എന്തായി? ഒരു വളരെ ധൈര്യശാലിയായിരുന്നു. അവന് കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് പോലും എന്താണ്? അവനൊരു വളരെ ധൈര്യശാലിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അടുത്തത്
ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ആറ് പോലെ ഇതാ കണ്ടോളി. കുഡ് നോട്ട് സീ വെരി ബ്രേവ്. ഇതാ ഇവിടെ എന്താണ് അല്ലേ, അവൻ വളരെയധികം അല്ലെങ്കിൽ ഒരു വളരെ ധൈര്യശാലിയായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഇവിടെ ഉണ്ടോ ഹാർഡ് വർക്കിംഗ്, എന്താണ് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ധൈര്യശാലിയുമായിരുന്നു, അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്നായി. ഇനി അടുത്താണ് സിൻസ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം. കാരണോ? അതെ, ദാ സിൻസ് നമുക്കറിയാം. അല്ല സാറേ, സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ എന്നല്ലേ? മുതൽ. അതെ, സിൻസ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ടൈമിനെ കാണിക്കുന്ന വേർഡ്സുകളാണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽ. സിൻസ് 5 o'clock, 5 മണി മുതൽ. സിൻസ് മാർച്ച്, മാർച്ച് മുതൽ. ഇങ്ങനെ സിൻസിന് ശേഷം ടൈമിനെ കാണിക്കുന്ന വേർഡ്സുകളാണ് വരുന്നതെങ്കിൽ അവിടെ സിൻസിന് അർത്ഥം മുതൽ എന്നാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ സിൻസിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ സിൻസിന് അർത്ഥമാണ് കാരണം, അല്ലെങ്കിൽ കാരണത്താൽ എന്നൊക്കെ അർത്ഥമാണ്. ഇതാ എങ്ങനെ കണ്ടോളി, പറഞ്ഞുതരാം. ഹീസ് ഫാമിലി അവൻ്റെ കുടുംബം ആണല്ലോ, വാസ് ആയിരുന്നു. അപ്പം എന്താ, ഹിസ് ഫാമിലി വാസ്, അവൻ്റെ കുടുംബമായിരുന്നു. എന്തായിരുന്നു അറിയോ? വെരി പുവർ. അവൻ്റെ കുടുംബം വളരെ പാവപ്പെട്ടവനായിരുന്നു. ആ കാരണത്താൽ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം വളരെ പാവപ്പെട്ടവനായിരുന്നത് കാരണം ഹീ വെന്റ്, അവൻ പോയി. എവിടേക്ക്? ടു ലേക്ക്, മുംബൈ. എന്നുവെച്ചാൽ അവൻ മുംബൈയിലേക്ക് പോയി എന്നായി. എന്തിനു വേണ്ടി? കണ്ടോളി, ടു ഏൺ, സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമ്പാദിക്കാൻ. അപ്പം എന്തായി? ഹീ വെന്റ് ടു മുംബൈ ടു ഏൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുംബൈയിലേക്ക് സമ്പാദിക്കാൻ പോയി. എന്ത് മണി സമ്പാദിക്കാൻ പോയി. മണി മാത്രമല്ല, വേറെയുണ്ട്. അതുപോലെ തന്നെ ലീവ്, ജീവിക്കാൻ. എ ബെറ്റർ ലൈഫ്, ഒരു കൂടുതൽ നല്ല ലൈഫ് ജീവിക്കാനും. അപ്പോൾ 2 കാരണങ്ങൾക്കാണ് പോയത്. എന്താണ്? ഒന്നാമത്താണ് പണം സമ്പാദിക്കാൻ, രണ്ടാമത്താണ് നല്ല ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നല്ലൊരു ലൈഫ് ജീവിക്കാൻ വേണ്ടിയും പണം സമ്പാദിക്കാൻ വേണ്ടിയും അവൻ എന്തായി? മുംബൈയിലേക്ക് പോയിന്നായി. നേരത്തെ കളി ദാ അറ്റ് ഫസ്റ്റ്, ആദ്യം ഹീ ട്രൈഡ്, ആദ്യം അവൻ ശ്രമിച്ചു. ട്രൈഡ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു. എന്തിന്? ടു ഏൺ, ആദ്യം അവൻ സമ്പാദിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അത് കണ്ടോളി. ബൈ മേക്കിംഗ്, ഉണ്ടാക്കിക്കൊണ്ട്. വേണ്ട, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്നർത്ഥം. കൊണ്ട്, ആ കൊണ്ടല്ല കേട്ടോ. ബൈ സിറ്റിംഗ്, ഇരുന്ന് കൊണ്ട്. ബൈ റീഡിങ്, വായിച്ചു കൊണ്ട്. ഒരു മെത്തേഡിനെ കാണിക്കില്ലേ, മെത്തേഡ്, അതാണത്. എങ്ങനെയെന്നുള്ളത്. ബൈ മേക്കിംഗ്, ഉണ്ടാക്കിക്കൊണ്ടും, അതുപോലെ തന്നെ സെല്ലിങ്, വിറ്റുകൊണ്ടും. എന്തെന്ന് പറയുക? ബ്രൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലുകൾ എന്നാണ്, ചൂലുകൾ. അപ്പം എന്താ? ഈ ചൂലുകൾ ഉണ്ടാക്കിക്കൊണ്ടും വിറ്റുകൊണ്ടും അവൻ ആദ്യം പണം സമ്പാദിക്കാൻ ശ്രമിച്ചു എന്നായി. പക്ഷേ ദ മണി ഹി ഏൺഡ്, അവൻ സമ്പാദിച്ച പണം. എന്താണ്? അവൻ സമ്പാദിച്ച പണം. ഇവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ട്. മക്കളെ നോട്ട് ചെയ്തോളി, എഴുതി വെച്ചോളി. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഐ ഏൺഡ് മണി. എന്താ അർത്ഥം? ഞാൻ പണം സമ്പാദിച്ചു ആണല്ലോ. ഇനി ഈ സെൻറ്റൻസിൽ ഈ മണി ഉണ്ടല്ലോ, അതിനെ പിടിച്ചിട്ട് ആദ്യം വെക്കാം. എന്താണ്? ദ മണി, കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണ്? ദ മണി ഐ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്പാദിച്ച പണം. അത്ര അങ്ങോട്ട് പോരാ. എന്താണ്? ഞാൻ ഒന്നും പറയാണ്. ഹീ ഏൺഡ് മണി, എന്താർത്ഥം? അവൻ പണം സമ്പാദിച്ചു. ഈ സെൻറ്റൻസിലെ മണി പിടിച്ചാണ് അപ്പുറത്ത് കൊണ്ടുവരാം. അവിടെ ആദ്യം പറയാം ദ മണി, ദ ചേർക്കണം. ദ മണി ഹി ഏൺഡ്, അവൻ സമ്പാദിച്ച പണം. അത് വേണോ? ഇവിടെ വേണോ? ദ മണി ഹി ഏൺഡ്, അവൻ സമ്പാദിച്ച പണം. വാസ് നോട്ട്, ആയിരുന്നില്ല. എന്തായിരുന്നില്ല അറിയോ? ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയായ എന്നാണ്. അപ്പം എന്തായി? മതിയായിരുന്നില്ല എന്നായി. അവൻ സമ്പാദിച്ച പണം മതിയായിരുന്നില്ല അവൻ്റെ കുടുംബം നോക്കാനേ.
അവൻ സമ്പാദിച്ച പണം മതിയായിരുന്നില്ല എന്ന് പറയില്ലേ, അതാണ്. അപ്പം അവൻ സമ്പാദിച്ച പണം മതിയായിരുന്നില്ല എന്തെന്നറിയോ, ഫോർ വേണ്ടി ഹിസ് അവൻ്റെ സർവൈവൽ, അവൻ്റെ അതിജീവനം എന്ന് പറഞ്ഞ അതിജീവിക്കുക. അപ്പം അവൻ്റെ അതിജീവനത്തിന് വേണ്ടി അവൻ സമ്പാദിച്ച പണം മതിയായിരുന്നില്ല എന്നായി എന്ന് പറയാം. അവൻ്റെ അതിജീവനത്തിന് വേണ്ടി അവൻ സമ്പാദിച്ച പണം മതിയായിരുന്നില്ല എന്നായി. അത്രേ കിട്ടുന്നുള്ളായിരുന്നു, വളരെ കുറച്ച്. ഇനി അടുത്താണ് ഫൈനലി, അവസാനം. മക്കൾ ഇവിടെ ഇതാ, ഫൈനലി അവസാനം എന്തായി, ആസ് കാരണം. കാരണം എന്നോ, ഇതൊക്കെ കാരണമാണ്. സിൻസ് കാരണം, ബിക്കോസ് ഓഫ് കാരണം, ആസ് അതും കാരണം. അതൊക്കെ കണ്ടോളി, എങ്ങനെ കണ്ടോളി. ഇതാ ആസ് കാരണം അല്ലെങ്കിൽ കാരണത്താൽ എന്നൊക്കെ അർത്ഥം ഉണ്ട്. ഇതാ ഹീ ഹാഡ് നോ, നമുക്കറിയാം ഹീ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടായിരുന്നു അല്ലേ. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഹീ ഹാഡ് അവനുണ്ടായിരുന്നു, ഷീ ഹാഡ് അവൾക്കുണ്ടായിരുന്നു, അതുപോലെ ഹീ ഹാഡ് അവനുണ്ടായിരുന്നു, നോ അവനുണ്ടായിരുന്നില്ല എന്ന് പറയാം. അതർ ചോയ്സ്, ഇവിടെ ഉണ്ടോ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഗം എന്നാണ്, മാർഗം. ഓക്കെ, അപ്പോൾ അതർ എന്ന് പറഞ്ഞാലോ മറ്റ്, അതർ ചോയ്സ് എന്നുള്ള മറ്റ് മാർഗം. അപ്പം എന്തായി, അവന് മറ്റ് മാർഗം ഉണ്ടായിരുന്നില്ല എന്നല്ലേ. ഹീ ഹാഡ് നോ അതർ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റ് മാർഗം ഉണ്ടായിരുന്നില്ല, ആ കാരണത്താൽ. ഓക്കെ, ആ കാരണത്താൽ, ആ കാരണത്താൽ ഹീ സ്റ്റാർട്ടഡ്, അവൻ തുടങ്ങി, അവൻ ആരംഭിച്ചു. എന്ത് തുടങ്ങി, ബെഗ്ഗിങ് എന്നാണ്, യാചിക്കാൻ തുടങ്ങിയെന്നായി. അവന് മറ്റ് മാർഗം ഇല്ലാത്ത കാരണത്താൽ അവൻ യാചിക്കാൻ തുടങ്ങിയെന്നായി. എവിടെ, അതും കണ്ടുള്ളി, ഓൺ ദ സ്ട്രീറ്റ്സ്. നമുക്കറിയാം സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകൾ, അവിടെ ഓണൊന്നല്ലതായി, ഓൺ ദ സ്ട്രീറ്റ്സ്, തെരുവുകളിൽ നിന്ന് അല്ലേ. അപ്പോൾ തെരുവുകളിൽ യാചിക്കാൻ അവൻ തുടങ്ങിയെന്നായി. എന്തൊരു കഷ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം മക്കളെ. ഇതാ ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നത് എനിക്കറിയാം, എന്നാലും മക്കളെ എൻ്റെ കൂടെ കൂടിക്കൊള്ളുക, ഒരു ബോറടി വേണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ചൂടുള്ള ചായ ഉണ്ടല്ലോ അതിങ്ങോട്ട് എടുത്തിട്ട് അത് എനിക്ക് തന്നാൽ മതി. എൻ്റെ ബോഡി പോവും. ഓൺലി അത് കഴിഞ്ഞല്ലോ, ഓൺ ദ സ്ട്രീറ്റ്. ഇനി ഹീ ഡിഡ് നോട്ട് ലൈക്ക്, അവന് ഇഷ്ടമല്ലായിരുന്നു അല്ലേ. ഹീ ഡിഡ് നോട്ട് ലൈക്ക്, അവന് ഇഷ്ടമല്ലായിരുന്നു എന്ത്, ബെഗ്ഗിങ്. അവന് യാചിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ആർക്കും ഇഷ്ടമല്ല, അവന് യാചിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. വീണ്ടും കാരണം അല്ല കാരണത്താൽ. എന്ത് കാരണത്താലോ, ഇറ്റ് ഹട്ട്. ഇവിടെ കണ്ടോ, ഹട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിച്ചു എന്നാണ്. എന്താണ്, വേദനിപ്പിച്ചു. ഈ ഹട്ട് ഉണ്ടല്ലോ, HURT, ഇതിൻ്റെ പ്രസൻറ്റും പാസ്റ്റും എല്ലാം എന്താണ്, സെയിം സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ഇറ്റ് ഹട്ട് ഹിസ് സെൽഫ് റെസ്പെക്റ്റ്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം എന്നല്ലേ. എന്താണ്, ആത്മാഭിമാനം. അപ്പം എന്തായി, ഇത് അവൻ്റെ ആത്മാഭിമാനത്തെ വേദനിപ്പിച്ചു എന്നായി. ഓക്കെ, ആ കാരണത്താൽ, ആ കാരണത്താൽ ഇത് അവൻ്റെ ആത്മാഭിമാനത്തെ വേദനിപ്പിച്ചു. ആ കാരണത്താൽ ഹീ ഡിഡൻറ്റ് ലൈക്ക് ബെഗ്ഗിങ്, ആ കാരണത്താൽ അവന് യാചന ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ല അവനക്ക് യാചന ഇഷ്ടമല്ലായിരുന്നായി. ഇനി അടുത്താണ് കോണ്ടിബ. കോണ്ടിബ ലീവ്ഡ്, കോണ്ടിബ താമസിച്ചിരുന്നു. എവിടെ, ഇൻ എ സ്ലം ഏരിയ. ഇവിടെ കണ്ടോ, സ്ലം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരി പ്രദേശം എന്നാണ്. ചേരി പ്രദേശം, ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ, അവിടെയാണ് സ്ലം ഏരിയ എന്ന് പറയാം. അപ്പം എന്തായി, ഇൻ എ സ്ലം ഏരിയ, ഒരു സ്ലം ഏരിയയിലായിരുന്നു അവൻ, കോണ്ടിബ താമസിച്ചിരുന്നത്. ഇനി അടുത്താണ് ഇൻ ദ മിഡിൽ ഓഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, എവിടെയെങ്കിലും എഴുതി വെച്ചോ മക്കളെ. ആണോ, ഇൻ ദ മിഡിൽ ഓഫ്. എന്താണ് ഇൻ ദ മിഡിൽ ഓഫ് എന്നർത്ഥമാണ്, ഇതിനർത്ഥാണ് നടുവിൽ. എന്താണ്, നടുവിൽ. ഇൻ ദ മിഡിൽ ഓഫ്, നടുവിൽ. എന്തിൻ്റെ, ദാറ്റ് സ്ലം, ആ ചേരിയുടെ നടുവിൽ, ആ ഒരു വൃത്തിയില്ലാത്ത ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയുടെ, ആ പ്രദേശത്തിൻ്റെ നടുവിൽ ദയർ വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു, ദയർ വാസ് ഉണ്ടായിരുന്നു, ദയർ ഈസ് ഉണ്ട്. അപ്പോൾ ദയർ വാസ് ഉണ്ടായിരുന്നു എന്ത്, എ ഡീപ്പ്, ഒരു ആഴത്തിലുള്ള അടുത്ത പേജിലേക്ക് കടക്കാം. ആഴത്തിലുള്ള, ഞാൻ പറഞ്ഞിരുന്നു ഇത് അത്യാവശ്യം വലിയ ഒരു സ്റ്റോറിയാണ് കേട്ടോ.
നല്ല ക്ഷമയോടെ എൻ്റെ കൂടെ കൂടിക്കൊള്ളി. ഇതാ ഒരു ആഴത്തിലുള്ള ഓപ്പൺ വെൽ, തുറന്നു കിടക്കുന്ന കിണർ. അപ്പം അവിടെ ഒരു ആഴത്തിലുള്ള തുറന്നു കിടക്കുന്ന കിണറുണ്ടായിരുന്നു. എവിടെ എവിടെ എവിടെ? ആ ചേരി പ്രദേശത്തിൻ്റെ നടുവിൽ നിന്നായി അല്ലേ. ഓക്കെ, വിത്തൗട്ട് ഇല്ലാത്ത, എന്തില്ലാത്ത പറയോ, യാതൊരു പ്രൊട്ടക്റ്റീവ് വോൾ, യാതൊരു സുരക്ഷാ മതിലും ഇല്ലാത്ത, യാതൊരു സുരക്ഷാ മതിലും ഇല്ലാത്ത ഒരു തുറന്നു കിടക്കുന്ന ആഴത്തിലുള്ള ഒരു കിണറുണ്ടായിരുന്നു അവിടെ, ആ ഒരു ഏരിയയുടെ നടുവിൽ. ഇനി അടുത്താണ് ദ വാട്ടർ ഇൻ ദ വെൽ. ഇവിടെ കണ്ടോ, ഇപ്പൊ പറഞ്ഞില്ല നമ്മള് ഐ ഏൺഡ്. അടുത്താണ് ദ വാട്ടർ ഇൻ ദ വെൽ. എന്താണ് ദ വാട്ടർ ഇൻ ദ വെൽ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ദ മണി ഐ ഏൺഡ്, ഞാൻ സമ്പാദിച്ച പണം. അതേപോലെ ഒരു പ്രത്യേക ഒരു രീതി കേട്ടോ, ഇതൊന്ന് എഴുതി വെക്കണേ. ദ വാട്ടർ ഇൻ ദ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം എന്നാണ്. എന്താണ്? കിണറ്റിലെ വെള്ളം വാസ് ആയിരുന്നു, എന്തായിരുന്നു? ഒരു മഡി, ചളി പിടിച്ചതായിരുന്നു അല്ലേ. അപ്പം കിണറ്റിലെ വെള്ളം ചളി പിടിച്ചതായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ നിറയെ എന്നാണ്. നിറയെ എന്തായിരുന്നു പറയുക? വീഡ്സ് ആയിരുന്നു. വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകൾ എന്നാണ്. കളകൾ വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചെടികളും പുല്ലുകളും അല്ലേ, കളകൾ. അപ്പോൾ എന്താണ്? അപ്പോൾ കിണറ്റിലെ വെള്ളം എന്തായിരുന്നു? ചളി പിടിച്ചതായിരുന്നു. അതുപോലെ തന്നെ നിറയെ എന്തായിരുന്നു അറിയോ? എന്താണ്? കളകളായിരുന്നു, ആവശ്യമില്ലാത്ത ചെടികളും പുല്ലുകളുമായിരുന്നായി. സോ അതുകൊണ്ട് ഇതായിരുന്നു, എന്തായിരുന്നു? വെരി ഡേഞ്ചറസ്, വളരെ അപകടം പിടിച്ചതായിരുന്നു അല്ലേ. എന്താണ്? സോ ഇറ്റ് വാസ് വെരി ഡേഞ്ചറസ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ചതായിരുന്നു. ഇനി അടുത്താണ് വൺ ഈവനിങ്, ഒരു വൈകുന്നേരം. കോണ്ടിബ ആയിരുന്നു, എന്തായിരുന്നു ഒരു എബൌട്ട് ടു. അവിടെ കണ്ടോ എബൌട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. എബൌട്ട് ടു നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണെന്ന് പറഞ്ഞില്ല നമ്മൾ. ഞാൻ വരാതിരിക്കുകയാണ്, ഞാൻ എന്നെ വിളിക്കാതിരിക്കുകയാണ്, എന്താ പരിപാടി, ഞാൻ കഴിക്കാതിരിക്കുകയാണ്, ഞാൻ തുടങ്ങാനിരിക്കുകയാണ്, ഞാൻ പുറത്തു പോകാനിരിക്കുകയാണ് അല്ലേ, എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുകയാണെന്ന് പറയല്ലോ. അവിടെയാണ് നമ്മൾ എബൌട്ട് ഉപയോഗിക്കുക. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 154 154 പേജിൽ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എബൌട്ട്. അപ്പം എന്താ ചെയ്യും? വാസ് എബൌട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാനിരിക്കുകയായിരുന്നു അല്ലേ. കോണ്ടിബ വാസ് എബൌട്ട് ടു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിബ കഴിക്കാനിരിക്കുകയായിരുന്നു. എന്ത്? ഹിസ് മീൽ, അവൻ്റെ ഭക്ഷണം. അപ്പോൾ കോണ്ടിബ അവൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. when he suddenly, അവൻ പെട്ടെന്ന് ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. അപ്പം എന്തായി? when he suddenly heard എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കേട്ടപ്പോൾ എന്നാണ്. അവൻ പെട്ടെന്ന് കേട്ടപ്പോൾ, എന്ത് കേട്ടപ്പോൾ? പീപ്പിൾ ഷൗട്ടിങ് എന്ന് പറയുന്ന അർത്ഥം, ഷൗട്ട് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക അല്ലേ, നിലവിളിക്കില്ല. അപ്പം എന്തായി? ആളുകൾ നിലവിളിക്കുന്നത്, അങ്ങനെ ലൗഡ്ലി, ഉറക്കെ. അപ്പം ആളുകൾ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ എന്താണ്? ആളുകൾ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു? കോണ്ടിബ അവൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു എന്നായി. കഴിച്ചിട്ടില്ല, കഴിക്കാനിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി അടുത്താണ് എ സ്മോൾ ബോയ്, ഒരു ചെറിയ കുട്ടി. എന്താണ്? ഒരു ചെറിയ കുട്ടി. നെയ്മഡ് എന്ന് പറയുന്നതോ എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന പേരിലുള്ള എന്ന് വെച്ചാൽ തണുള്ളി. നെയ്മഡ് അരവിന്ദ്. എന്താണ്? അരവിന്ദ് എന്ന പേരിലുള്ള അല്ലെങ്കിൽ അരവിന്ദ് എന്ന പേരിൽ ഒരു ചെറിയ കുട്ടി ഹാഡ് ആക്സിഡൻ്റലി ഫോളൻ. ഇവിടെ കണ്ടോ ഹാഡ് ഫോളൻ, ഒന്ന് വായിച്ചേക്കാം. ശരിക്കും കണ്ടോളി, ഹാഡ് ഫോളൻ എന്ന് പറഞ്ഞാൽ വീണിരുന്നു എന്നാണ് അല്ലേ. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക, ഫെൽ വീണു അല്ല. ഫോളൻ എന്താണ്? ഫോൾ എന്ന് പറയുന്ന വേർഡിൻ്റെ തേർഡ് ഫോം ആട്ടോ. എന്താണ്? അപ്പോൾ ഹാഡ് ഫോളൻ വീണിരുന്നു.
വീണിരുന്നു. അപ്പോൾ ആക്സിഡൻ്റലി അപ്പോൾ എന്തായി, അരവിന്ദ് ഹാഡ് ആക്സിഡൻ്റലി ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് എന്ന പേരിലുള്ള ആ ചെറിയ കുട്ടി അബദ്ധവശാൽ ഉണ്ടോ, ആക്സിഡൻ്റലി അബദ്ധവശാൽ വീണിരുന്നു. ഹാഡ് ഫോളൻ, വീണിരുന്നു. എവിടെ വീണെന്ന് ഇൻ ടു ദ വെൽ, ആ കിണറിലേക്ക് അല്ലേ. ഇൻ ടു ദ ലേക്ക് ഒന്നായി, ഇൻ ടു ദ വെൽ എന്ന് പറഞ്ഞാലോ ആ കിണറ്റിലേക്ക് വീണിരുന്നായി. ഓൾറെഡി അതാണ് ആ കിണറ്റിലെ വെള്ളം എന്താണ് അല്ലേ, മഡി, ചളി പിടിച്ചതായിരുന്നു. അതുപോലെ തന്നെ കളകൾ നിറഞ്ഞതായിരുന്നു അല്ലേ. അതിലേക്കാണ് ആ ചെറിയ കുട്ടി വീണത്, അരവിന്ദ് എന്ന പേരുള്ള ആ ചെറിയ കുട്ടി. ഓക്കെ, ഇനി എന്തായി, എവ്രി വൺ, എല്ലാവരും എന്നാണ്, എല്ലാവരും. നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. എല്ലാവരും എവിടെ, എല്ലാവരും പോയോ? എവ്രി വൺ, എല്ലാവരും. എങ്ങനെയുള്ള എല്ലാവരും? എറൗണ്ട് ദ വെൽ, ആ കിണറ്റിന് ചുറ്റുമുള്ള എന്നായി. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള. അപ്പോൾ എന്തായി, എവ്രി വൺ എറൗണ്ട് ദ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറ്റിന് ചുറ്റുമുള്ള എല്ലാവരും, ആ കിണറ്റിന് ചുറ്റുമുള്ള എല്ലാവരും വാസ് ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാലോ പേടിച്ചിരുന്നു എന്നായി. എന്താണ്, എവ്രി വൺ എറൗണ്ട് ദ വെൽ വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറ്റിന് ചുറ്റുമുള്ള എല്ലാവരും പേടിച്ചിരുന്നു. ആൻഡ് ക്രൈ, കരയുകയായിരുന്നു എന്നായി. ഉണ്ടോ, വാസിൻ്റെ വാസ് പ്ലസ് ING ഫോം. ഓക്കെ, ഈ വാസിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടുമോ? എന്താണ്, വാസ് ക്രൈം, കരയുകയായിരുന്നു. എന്തിനറിയോ? ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടി. അപ്പം എല്ലാവരും, ആ കിണറ്റിന് ചുറ്റുമുള്ള എല്ലാവരും എന്താണ്, ഓൾറെഡി പേടിച്ചിരുന്നു, അതുപോലെ തന്നെ സഹായത്തിന് വേണ്ടി കരയുകയായിരുന്നു. ഇനി അടുത്താണ് അടുത്താണ് വെൻ. ഇപ്പം നിങ്ങൾക്കില്ല, വീണ്ടും ഇങ്ങനെ കേൾക്കല്ലേ, വെൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ ഇതിൻ്റെ ശരിയായ പ്രയോഗം നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വെൻ എന്നാണ് പോൾ. കോണ്ടിബ ഹേർഡ്, അപ്പം എന്തായി, കോണ്ടിബ കേട്ടപ്പോൾ. എന്ത് കേട്ടപ്പോൾ എന്നറിയോ? അബൌട്ട്, കുറിച്ച്. എന്തിനെ കുറിച്ച്? അതുകൊണ്ട് കേട്ടോളി, ദി ആക്സിഡൻറ്റ്. ആ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അല്ലേ. എന്താണ്, ആ അപകടത്തെക്കുറിച്ച് കോണ്ടിബ കേട്ടപ്പോൾ ഹി ഇമ്മീഡിയറ്റ്ലി, അവൻ പെട്ടെന്ന് വെന്റ്, പോയി. എവിടേക്ക് എന്നറിയോ? ടു ദ വെൽ, ആ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി എന്നായി. എന്താണ്, ആ അപകടത്തെക്കുറിച്ച് കോണ്ടിബ കേട്ടപ്പോൾ കോണ്ടിബ പെട്ടെന്ന് തന്നെ ആ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ, അടുത്തേക്ക് പോയി. ഓക്കെ, വേണോ, വിത്ത് ദ ഗൈഡ് ഓഫ്. ഇതൊന്ന് നിർബന്ധമായിട്ടൊന്ന് എഴുതി വെക്കണേ. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥമാണിത് സഹായത്തോടെ എന്നാണ്, സഹായത്തോടെ. വിത്ത് ദ ഗൈഡ് ഓഫ് എന്ന് പറഞ്ഞാലും അതുപോലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, രണ്ട് സെയിമാണ്. എന്താണ്, വിത്ത് ദ ഗൈഡ് ഓഫ് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, സഹായത്തോടെ. സംവൺ, ഓക്കെ, ആരുടെയോ സഹായത്തോടെ. എന്താണ്, ആരുടെയോ സഹായത്തോടെ കോണ്ടിബ ആ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി എന്നായി. എന്നിട്ട് അതുകൂടി കേട്ടോളി. ഇനിയാണ് ഇവിടുന്ന് ക്ലൈമാക്സ്. വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ. വിത്തൗട്ട് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാതെ. അബൌട്ട്, കുറിച്ച്. ഹിസ് ഓൺ സേഫ്റ്റി, അപ്പോൾ അവൻ്റെ സ്വന്തം സുരക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലേ. എന്താണ്, വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ഹിസ് ഓൺ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം സുരക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദ ബ്ലൈൻഡ് മാൻ, ആ അന്ധയായ മനുഷ്യൻ ബ്രേവിലി, ധൈര്യത്തോടെ, ജംപ്ഡ്, ചാടി. എവിടെ അറിയോ? ഇൻ ടു ദ വെൽ. ആ അന്ധയായ മനുഷ്യൻ ധൈര്യത്തോടെ എന്താണ് ആ കിണറ്റിലേക്ക് ചാടിയതായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചാടുമോ? പിന്നെ എന്തിനാ ചാടിയത്? അതുകൊണ്ട് കേട്ടോളി, ടു സേവ്, രക്ഷിക്കാൻ. സേവ്, രക്ഷിക്കുക. ടു വന്നല്ലോ, എന്തായി, രക്ഷിക്കാൻ. ആരെ? ദ ബോയ്, ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആ അന്ധനായ മനുഷ്യൻ ആലോചിക്കാതെ ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി. ഇനി അടുത്താണ് ടു അതർ ബോയ്സ്. ജസ്റ്റ് ഒന്ന് പൊക്കിയേക്കട്ടോ, ഒരു മിനിറ്റ്. ആരും പോലെ എവിടെ പോലെ ജസ്റ്റ് ഒന്ന് പൊക്കിയേക്കാം.
ഓക്കെ, ഇതാ കണോളി. ടു അതർ ബോയ്സ്, മറ്റ് രണ്ട് കുട്ടികൾ. മറ്റ് കുട്ടികൾ. അപ്പോൾ നമ്മൾ ശരിയായിട്ട് പറയുകയാണെങ്കിലോ, മറ്റ് രണ്ട് കുട്ടികൾ വേർ ഓൾറെഡി, ആദ്യമേ ആയിരുന്നു, എന്തായിരുന്നോ, ഇൻ ദ വാട്ടർ. അപ്പോൾ എന്തായി, മറ്റ് രണ്ട് കുട്ടികൾ ഓൾറെഡി ആദ്യമേ അവിടെ ഉണ്ടായിരുന്നു. എന്താണ്, മറ്റ് രണ്ട് കുട്ടികൾ ആദ്യമേ വെള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നായി. വെള്ളത്തിൽ ഉണ്ടായിരുന്നില്ല, വെള്ളത്തിലായിരുന്നു. ട്രൈൻ ടു ഫൈൻഡ്, ഇവിടെ ഉണ്ടോ, ട്രൈൻ ടു ഫൈൻഡ്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുകയായിരുന്നു അവർ, അല്ലേ, എന്താണ്, ശ്രമിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടോ, വേർ ട്രൈൻ. ആ വേറിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടും. എന്താണ്, അതർ ടു ബോയ്സ് വേർ ഓൾറെഡി ഇൻ ദ വാട്ടർ ട്രൈങ്, തിരയുകയായിരുന്നു, അല്ല ശ്രമിക്കുകയായിരുന്നു. ടു ഫൈൻഡ് എന്നാണ് കണ്ടെത്തുക, അല്ലേ. അപ്പോൾ എന്തായി, ടു ഫൈൻഡ്, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആരെ, അരവിന്ദ്. അപ്പോൾ അരവിന്ദനെ കണ്ടെത്താൻ വേണ്ടി മറ്റ് രണ്ട് കുട്ടികൾ ഓൾറെഡി വെള്ളത്തിലുണ്ടായിരുന്നു, അവർ ശ്രമിക്കുകയായിരുന്നു, തിരയായിരുന്നു. പക്ഷേ ദേ കുഡ് നോട്ട്, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. എന്തിനു കഴിഞ്ഞില്ല, ലൊക്കേറ്റ് ഹിം, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഉണ്ടോ ലൊക്കേറ്റ് എന്ന് പറഞ്ഞാലും കണ്ടെത്തുക എന്നാണ്, സ്ഥലം കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന അർത്ഥം. ഓക്കെ, അപ്പം അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നായി. ദേ കുഡന്റ് ബിക്കോസ്, കാരണം, അതിനൊരു കാരണം കാണല്ലോ, കണ്ടോളി. കാരണം ദ വാട്ടർ വാസ് മഡി, വെള്ളം എന്തായിരുന്നു, വെള്ളം ചളി പിടിച്ചതായിരുന്നു, അല്ലേ. അപ്പോൾ ചളിവെള്ളമായ കാരണത്താൽ അവർക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞത്. ഇനി അടുത്താണ് കോണ്ടിബ എടുത്തു എന്ന്, അല്ലേ. എന്തെടുത്തു അറിയോ, എ ഡീപ്പ് ബ്രെത്ത്. ഇവിടെ ഉണ്ടോ ബ്രെത്ത്, BREATH, ബ്രെത്ത്. ഇതിങ്ങനെയാണ്, BREATH ആണെങ്കിൽ ഇതിൻ്റെ ഉച്ചാരണമാണ് ബ്രെത്ത്. അതല്ല ലാസ്റ്റ് ഈ വരാണെങ്കിലോ, BREATH ഈ വരികയാണെങ്കിൽ അതാണ് ബ്രീത്ത്. അത് ബ്രീത്താണ്, ആക്ഷനാണ്, ശ്വാസം വലിക്കുക, ബ്രീത്ത്. രണ്ടാമതാണ് ബ്രെത്ത്, നൗണാണ്, ശ്വാസം എന്നുള്ള അർത്ഥം. ഓക്കെ, ഇതാണെന്ന് പറയാം. കോണ്ടിബ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത് എന്ന് പറയുന്നതാണ്, കോണ്ടിബ ആഴത്തിലൊരു ശ്വാസം വലിച്ചു അല്ലെങ്കിൽ എടുത്തു എന്നായി, അല്ലേ. എടുത്തു, എന്നിട്ട് കണോളി എടുത്തിട്ട് ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സ് വരുന്നത്. ആരും എവിടേക്കും പോകല്ലേ ചോക്കളെ, പോരി കണോളി. ആൻഡ്, അല്ലേ, ഒരു മിനിറ്റ്, 1 minute. ഓക്കെ, നൗ ഫൈൻ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ എന്തായി, അപ്പോൾ കോണ്ടിബ ആഴത്തിലൊരു ശ്വാസം വലിച്ചു, അല്ലേ, എടുത്തു. എന്നിട്ട് ഡൈവ്ഡ്, മുങ്ങിച്ചാടി. എവിടെ നിന്ന് പറയുക, ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് എടുത്തു ചാടി, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങിച്ചാടി എന്നായി. എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. അപ്പോൾ കോണ്ടിബ വീണ്ടും വെള്ളത്തിലേക്ക് ഇങ്ങനെ എന്താണ് മുങ്ങിച്ചാടി, തിരയണ്ടേ ആ കുട്ടിയെ, അരവിന്ദനെ. ഇനി അടുത്താണ് കുഴി. സിൻസ്, എന്താണ് സിൻസ് പറഞ്ഞാൽ കാരണത്താൽ അല്ലെങ്കിൽ കാരണം ആണല്ലോ. കുഴി. ഹീ കുഡ് നോട്ട് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് കാണാൻ കഴിഞ്ഞില്ല, അല്ലേ. അവന് കാണാൻ കഴിഞ്ഞില്ല എനിത്തിങ്, അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല ആ കാരണത്താൽ. ഓക്കെ, അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല ആ കാരണത്താൽ ഹീ യൂസ്ഡ്, അവൻ ഉപയോഗിച്ചു. ആര്, കോണ്ടിബ ഉപയോഗിച്ചു. എന്തുപയോഗിച്ചു അറിയോ, ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കൈകൾ ഉപയോഗിച്ചു. എന്തിന്, ടു സെർച്ച്, തിരയാൻ വേണ്ടി. അപ്പം തിരയാൻ വേണ്ടി അവൻ്റെ കൈകൾ ഉപയോഗിച്ചു. ഇൻ ദ മഡ്, എവിടെ തിരയാൻ വേണ്ടി, ഇൻ ദ മഡ്, ചളിയിൽ. ആൻഡ് അതുപോലെ തന്നെ വീഡ്സ്, കളകളിൽ. അപ്പോൾ കളകളിലും വേസ്റ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഓരോ ഇതുണ്ടല്ലോ, കളകൾ എന്ന് പറയാം, കളകളിലും അതുപോലെ തന്നെ ചളിയിലും അവനെ തിരയാൻ വേണ്ടി കോണ്ടിബ അവൻ്റെ സ്വന്തം കൈകൾ ഉപയോഗിച്ചു. ഓക്കെ, പിന്നെ പറയാണ് ഇവിടെ, ആഫ്റ്റർ സെവറൽ അറ്റംപ്റ്റ്സ്. ഇവിടെ ഉണ്ടോ, അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമം എന്നാണ്, ശ്രമിക്കൂലേ. അപ്പോൾ എന്തായി, ഇവിടെ എസ് വന്നല്ലോ, അപ്പോൾ എന്തായി, ശ്രമങ്ങൾ എന്നായി, അല്ലേ. അപ്പോൾ ആഫ്റ്റർ സെവറൽ അറ്റംപ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ശ്രമങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം എന്തായി, വെൻ ഹീ വാസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്ന എന്നാണ്, തളർന്ന. അപ്പോൾ എന്തായി, അവൻ
അവൻ ഏതാണ്ട്, ഓൾമോസ്റ്റ് ഏതാണ്ട്, അപ്പം അവൻ ഏതാണ്ട് തളർന്നപ്പോൾ എന്നാണ് വെൻ ഹി വാസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏതാണ്ട് തളർന്നപ്പോൾ ഹി ഫൈനലി അവൻ അവസാനം ഫെൽറ്റ്. എന്താണ് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ? ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക അല്ലേ? ഫെൽറ്റ് എന്ന് പറഞ്ഞാലോ തോന്നി. എന്തായി? ഹി ഫൈനലി ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവന് തോന്നി. എന്ത് തോന്നി എന്നറിയോ? അരവിന്ദ് എന്നുവെച്ചാൽ അരവിന്ദൻ്റെ എന്നാണ്. ഇവിടെ കണ്ടോ എസ് ഉണ്ടല്ലേ? അരവിന്ദൻ്റെ ബോഡി ട്രാപ്ഡ്, അരവിന്ദൻ്റെ ശരീരം ബോഡി കുടുങ്ങിക്കിടക്കുന്നത് തോന്നി, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നതായി തോന്നിനായി. അതിനർത്ഥം ഒന്ന് പറയാം, ഹി ഫൈനലി ഫെൽറ്റ് അരവിന്ദ്സ് ബോഡി ട്രാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവസാനം അരവിന്ദൻ്റെ ബോഡി കുടുങ്ങിക്കിടക്കുന്നതായി തോന്നി. എവിടെ നിന്നറിയോ? ഇൻ ദ വീഡ്സ്, കളകളിൽ. അവന് കളകളിൽ അരവിന്ദൻ്റെ ബോഡി കുടുങ്ങിക്കിടക്കുന്നതായി അവന് തോന്നി. ആർക്ക്? നമ്മുടെ കോണ്ടിബാക്ക് തോന്നിയതായി. ഇനി അടുത്താണ് കോണ്ടിബ ക്യുക്ലി. കോണ്ടിബ പെട്ടെന്ന്, ക്യുക്ലി പെട്ടെന്ന്, കോട്ട്. ഇത് കോച്ച് ചാന്ന് വായിക്കരുത്, ഇത് കോട്ട്. ഓക്കെ, അപ്പം എന്തായി? കോണ്ടിബ ക്യുക്ലി കോട്ട്. കോണ്ടിബ പെട്ടെന്ന് പിടിച്ചു. എന്ത് പിടിച്ചറിയോ? ഹോൾഡ്. ഇവിടെ ഹോൾഡ് പറഞ്ഞാൽ പിടുത്തം എന്നാണ്. പിടുത്തം, നമ്മുടെ ബെൽറ്റിൻ്റെ പിടുത്തം, വാച്ചിൻ്റെ പിടുത്തം എന്നല്ല, പിടുത്തം അതാണ്. അപ്പോൾ എന്തായി? അപ്പോൾ കോണ്ടിബ പെട്ടെന്ന് പിടുത്തം പിടിച്ചു. എന്തിനു പിടുത്തറിയോ? ഓഫ് ദ ബോയ്സ് ബെൽറ്റ്. ആ കുട്ടിയുടെ ബെൽറ്റിൻ്റെ പിടുത്തം പിടിച്ചു എന്നായി. പെട്ടെന്ന് കോണ്ടിബ ആ കുട്ടിയുടെ ബെൽറ്റിൻ്റെ പിടുത്തം പിടിച്ചു. എന്നിരുന്നായി ആൻഡ് അതുപോലെ തന്നെ അവിടെ നിൽക്കി പോലെ അതുപോലെ തന്നെ പുൾഡ് ഹിം അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചുയർത്തുക എന്നാണ്. അപ്പം എന്തായി? അവനെ വലിച്ചുയർത്തി. പുള്ളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചുയർത്തുക. അപ്പം എന്തായി? പുൾഡ് ഹിം അപ്പ്, അവനെ വലിച്ചുയർത്തി. എവിടെ നിന്നറിയോ? ടുവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നാട്ടോ. എന്താണ്? ടുവേർഡ് ദ സർഫേസ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം അല്ലേ? വെള്ളത്തിൻ്റെ മുകൾ ഭാഗം. അപ്പം മുകൾ ഭാഗത്തേക്ക് വലിച്ചുയർത്തി എന്നായി. ആരെ? അരവിന്ദനെ. ഓക്കെ, അപ്പോൾ അരവിന്ദൻ്റെ ബെൽറ്റിൽ ആ പിടുത്തമുള്ള ആ പിടുത്തം കൊണ്ട് പിടിച്ചിട്ട് മുകളിലേക്ക് വലിച്ചുയർത്തി. ആരെ? എന്താണ്? കോണ്ടിബ എന്ന് പറഞ്ഞ അന്ധനായ മനുഷ്യനാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ചു. നമ്മളൊക്കെ ഇവിടെ എന്താണ്? പീപ്പിൾ, ജനങ്ങൾ. ഇവിടുത്തെ എങ്ങനെയുള്ള ജനങ്ങൾ? കണ്ടുള്ളി. പീപ്പിൾ സ്റ്റാൻഡിങ് നിയർ ദ വെൽ. എന്താണ്? ആ കിണറ്റിൻ്റെ അരികിൽ നിൽക്കുന്ന ജനങ്ങൾ എന്നായി, ആളുകൾ. എന്താണ്? പീപ്പിൾ സ്റ്റാൻഡിങ് നിയർ ദ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറ്റിൻ്റെ അരികിൽ നിന്ന് കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾ. ഹെൽപ്ഡ് ദം, അവരെ സഹായിച്ചു. എന്തിന്? കം ഔട്ട്, പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിച്ചു എന്നായി. അല്ല സാറേ, നമ്മൾ ഈ പുറത്തേക്ക് അല്ലെങ്കിൽ വരാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടു വേണ്ടേ? ടു കം ഔട്ട്. ഇവിടെ ടു ഇല്ലല്ലോ. എന്താ കാരണം? അതിൻ്റെ കാരണം ഇവിടെ ഉണ്ടോ? ഹെൽപ്പാണ് വെർബ്. ഹെൽപ്പിൻ്റെ കൂടെ ടു ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ ഒരു പ്രയോഗമാണ്. എന്താണ്? ഹെൽപ്പിൻ്റെ കൂടെ എന്താണ്? ഹെൽപ്പാണ് വെർബ് ഹെൽപ്പാണെങ്കിൽ അവിടെ എന്താണ്? വരാൻ വേണ്ടി, അല്ലെങ്കിൽ വരാനുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ടു ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും വെർബായിരുന്നെങ്കിൽ ടു ചേർക്കണം. അങ്ങനെയാണ്. ഒന്നോളം ഹെൽപ്ഡ് ദം ടു കം ഔട്ട് അല്ലേ? ഹെൽപ്ഡ് ദം കം ഔട്ട്, പുറത്തേക്ക് വരാൻ വേണ്ടി എന്തായി? അവരെ സഹായിച്ചു എന്നായി. ഇനി അടുത്താണ് അരവിന്ദ് ആയിരുന്നു എന്താണെന്ന് പറയുക? അൺകോൺഷ്യസ്. ഇതൊന്ന് വരക്കേണ്ടതാണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥ എന്നാണ്. അപ്പം എന്താ? അരവിന്ദ് അബോധാവസ്ഥയിലായിരുന്നു അറ്റ് ഫസ്റ്റ്, ആദ്യം. അപ്പോൾ ആദ്യം പുള്ളിക്കാരനില്ലായിരുന്നു, ബോധമില്ലായിരുന്നു. പുള്ളിക്കാരനല്ല, ആദ്യം ആ കുട്ടിക്ക് ബോധമില്ലായിരുന്നു. പക്ഷേ സൂൺ, പെട്ടെന്ന് ഹി സ്റ്റാർട്ടഡ് ബ്രീത്തിങ്, പെട്ടെന്ന് അവൻ ശ്വാസം വലിക്കാൻ തുടങ്ങിയെന്നായി. ശ്വാസം വലിക്കാൻ ആരംഭിച്ച് തുടങ്ങി. എഗെയിൻ, വീണ്ടും. അപ്പോൾ വീണ്ടും ശ്വാസം വലിക്കാൻ ആരംഭിച്ചു എന്നായി ആ കുട്ടി. പിന്നെ പറയാണ് ഇൻ ദിസ് വേ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇൻ ദിസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ. എന്താണ്? ഈ രീതിയിൽ കോണ്ടിബ സേവ്ഡ്, കോണ്ടിബ രക്ഷിച്ചു അല്ലേ? ദ ബോയ്സ് ലൈഫ്, ആ കുട്ടിയുടെ ജീവിതം രക്ഷിച്ചു എന്നായി. എന്താണ്?
ആ കുട്ടിയുടെ ജീവിതം രക്ഷിച്ചു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ ഇൻ ദിസ് വേ കോണ്ടിബ സേവ്ഡ് ദ ബോയ്സ് ലൈഫ്. ഈ രീതിയിൽ കോണ്ടിബ ആ കുട്ടിയുടെ ജീവിതം രക്ഷിച്ചു. അന്ധനായ ഒരു മനുഷ്യനാണ് ആ കിണറ്റിലേക്ക് ചാടിയത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സ്റ്റോറി കേട്ടോ, വെറുതെ തള്ളുന്നല്ല. കണ്ടോളി. ലേറ്റർ, പിന്നീട് ദ ന്യൂസ്, ആ വാർത്ത, ഏത് വാർത്ത, അല്ല ആരുടെ വാർത്ത, കണ്ടോളി, ഓഫ് കോണ്ടിബാസ് ബ്രേവറി. ഇവിടെ കണ്ടോ അപ്പോസ്ട്രോഫി, കോണ്ടിബയുടെ ധൈര്യത്തിൻ്റെ ആ വാർത്ത എന്നായി. എന്താണ്? കോണ്ടിബയുടെ ധൈര്യത്തിൻ്റെ ആ വാർത്ത, അല്ലെങ്കിൽ കോണ്ടിബയുടെ ധീരതയുടെ ആ വാർത്ത സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പടർന്നു എന്നാണ്. എന്താണ്? പടർന്നു. എവിടെ? എവ്രിവെയർ, എല്ലായിടത്തും പടർന്നു. പിന്നീട് കോണ്ടിബയുടെ ആ ധീരതയുടെ വാർത്ത എല്ലായിടത്തും പടർന്നു. എന്നിട്ട് അതുപോലെ തന്നെ മെനി ന്യൂസ് പേപ്പേഴ്സ്, ഒരുപാട് പത്രങ്ങൾ റോട്ട്, എഴുതി. അപ്പോൾ ഒരുപാട് പത്രങ്ങൾ എഴുതി. എന്തെഴുതി? കണ്ടോളി, അടുത്ത പേജ്. എനിക്കറിയാം മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട് എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു രസകരമായ സംഭവമാണ്. ഒരാളെപ്പോഴൊന്ന് പാട്ട് പാടി ഇങ്ങനെ നടക്കും. ആ പാട്ടുകാരൻ ശരിക്കും നാട്ടുകാർക്ക് തലവേദനയായി. അപ്പോൾ ഒരാൾ ആ പാട്ടുകാരോട് പറയാണ്, എന്നാൽ പിന്നെ ഇയാൾക്ക് ടി വിയിലൊക്കെ പാടാൻ പോയിക്കൂടായിരുന്നു. അപ്പോൾ പാട്ടുകാരൻ കേട്ട് പറയാണ്, അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ടി വിയിലൊക്കെ പാടാൻ പോയിക്കൂടായിരുന്നു? അല്ല, അതാകുമ്പോൾ ഓഫാക്കി വെക്കാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്താണ്? അപ്പോൾ മെനി ന്യൂസ് പേപ്പേഴ്സ് റോട്ട്, അല്ലേ, ഒരുപാട് പത്രങ്ങൾ എഴുതി അബൌട്ട് ഹിം, അവനെക്കുറിച്ച്. ഇനി അടുത്താണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, സർക്കാർ ഉദ്യോഗസ്ഥർ. എന്താണ് ഗവൺമെൻറ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ. ആൻഡ് അതുപോലെ തന്നെ മെനി ഓർഗനൈസേഷൻസ്, ഒരുപാട് സംഘടനകൾ. അതൊക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളും. പ്രൈസ്ഡ് ഹിം, പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രശംസിപ്പിക്കുക നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയില്ലേ. അപ്പം എന്താ? പ്രൈസ്ഡ് ഹിം, അവനെ പ്രശംസിപ്പിച്ചു, പുകഴ്ത്തി പറഞ്ഞു. ഓക്കെ, ആൻഡ് ഗേവ് ഹിം, അതുപോലെ തന്നെ അവന് നൽകി കൊടുത്തു. എന്ത് കൊടുത്തു അറിയോ? റിവാർഡ്സ് ആൻഡ് മണി, പ്രതിഫലങ്ങളും അതുപോലെ തന്നെ പണവും നൽകി. റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രതിഫലങ്ങൾ, പ്രതിഫലങ്ങളും അതുപോലെ തന്നെ എന്താണ്? പണവും നൽകി. എന്തിനു വേണ്ടി എന്നറിയോ? ഫോർ വേണ്ടി, ഹീസ് ഹീറോയിക് ആക്ട്. ഇവിടെ കണ്ടോ, ഹീറോയിക് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരപ്രവൃത്തി എന്നാണ്. എന്താണ്? ധീരപ്രവൃത്തി. അപ്പം എന്തായി? അവൻ്റെ ധീരപ്രവൃത്തിക്ക് വേണ്ടി എന്താണ്? പ്രതിഫലങ്ങളും പണവും അവൻ നൽകുന്നതായി. ആര്? സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളും. ഓക്കെ, ഇനി അടുത്താണ് വിത്ത്. അടുത്താണ് അവസാനത്തെ കേട്ടോ. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ. യെസ്, വിത്ത് അവിടെ ഉണ്ട് കേട്ടോ, അപ്പുറത്ത് ഉണ്ട് വിത്ത്. അപ്പം എന്തായി? പോരെ, അവസാനത്തെ പേജാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഇതറിയാലോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തോടെ ആണല്ലോ. സഹായത്തോടെ ദ റിവാർഡ് മണി ആൻഡ് ദ സ്കിൽസ്. ഇവിടെ ഉണ്ടോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിവാർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിഫല പണം, അല്ലേ, പ്രതിഫല പണത്തിൻ്റെ സഹായത്തോടെ. നമുക്കറിയാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തോടെ ആണല്ലോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, സഹായത്തോടെ. എന്തിൻ്റെ? ദ റിവാർഡ് മണി എന്ന് പറഞ്ഞാലോ പ്രതിഫല പണം, അല്ലേ, പ്രതിഫലമായിട്ട് പണം കിട്ടിയല്ലോ. അപ്പോൾ പ്രതിഫല പണത്തിൻ്റെ സഹായത്തോടെ. ആൻഡ് അത് മാത്രമല്ല ദ സ്കിൽസ് എന്ന കഴിവുകൾ. ഹീ ലേൺഡ്, അവൻ പഠിച്ച കഴിവുകളും. അപ്പോൾ അവൻ പഠിച്ച കഴിവുകളുടെയും അതുപോലെ തന്നെ പ്രതിഫല പണത്തിൻ്റെയും സഹായത്തോടെ എന്നർത്ഥം. സഹായത്തോടെ കോണ്ടിബ സ്റ്റാർട്ടഡ്, കോണ്ടിബ ആരംഭിച്ചു, കോണ്ടിബ തുടങ്ങി. എന്ത് തുടങ്ങി? എ സ്മോൾ, ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ സ്റ്റോപ്ഡ്, നിർത്തി. എന്ത് നിർത്തുന്നറിയോ? ബെഗ്ഗിങ്, യാചന, യാചിക്കുന്നത് നിർത്തി. എന്താല്ലേ,
പിന്നെ പറയാണ് ഹീസ് കറേജ്, അവൻ്റെ ധൈര്യം ആൻഡ് അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ ഉറച്ച തീരുമാനം. ധൈര്യവും അതുപോലെ തന്നെ അവൻ്റെ ഉറച്ച തീരുമാനവും ചേഞ്ച്ഡ്, മാറ്റിമറിച്ചു. എന്താണ് മാറ്റിമറിച്ചു? എന്ത് മാറ്റിമറിച്ചു പറയോ? ഹീസ് ലൈഫ് കംപ്ലീറ്റ്ലി, അവൻ്റെ ജീവിതം മുഴുവനായും. അപ്പോൾ അതായി അവൻ്റെ ധൈര്യവും അതുപോലെ തന്നെ ഉറച്ച തീരുമാനവും അവൻ്റെ ലൈഫ് ജീവിതം മുഴുവനായി മാറ്റിമറിച്ചു എന്നായി. എന്താല്ലേ? പിന്നെ പറയാണ് ആൻഡ് അതുപോലെ തന്നെ ഹീ ബിക്കെയിം, അവൻ ആയിത്തീർന്നു. എന്തായിത്തീർന്നറിയോ? ആൻ എക്സാമ്പിൾ, ഒരു മാതൃകയായി തീർന്നു, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി തീർന്നു. ഓഫ് എന്തിൻ്റെ കണ്ടോളി, ഓഫ് ദ ട്രൂ ബ്രേവറി, യഥാർത്ഥ ധൈര്യത്തിൻ്റെ, അല്ലെങ്കിൽ യഥാർത്ഥ ധീരതയുടെ എന്ന് പറഞ്ഞത്, യഥാർത്ഥ ധീരതയുടെ ഒരു മാതൃകയായി കോണ്ടിബ ആയിത്തീർന്നതായി അല്ലേ? ആൻഡ് ഹ്യൂമാനിറ്റി, യഥാർത്ഥ ധീരതയുടെ മാത്രമല്ല, യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെയും അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ, അതാണ് യഥാർത്ഥ ധീരതയുടെയും അതുപോലെ തന്നെ യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെയും ഒരു മാതൃകയായി കോണ്ടിബ ആയിത്തീർന്നതായി അല്ലേ? എന്ത് മനോഹരമായ ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഏതായാലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സ്റ്റോറി കംപ്ലീറ്റ് ഞാൻ താഴെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വായിക്കുക, അർത്ഥം വെക്കുക, വിട്ടുകൊടുക്കരുത്. ആ സെൻറ്റൻസുകളുടെ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരുവോളം എന്ത് ചെയ്യണം, നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം, വാശി വെക്കണം. നമ്മളിങ്ങനെ വായിച്ച് അർത്ഥം വെക്കുന്നുണ്ടല്ലോ, അത് ഒരുപാട് ചെയ്യുമ്പോൾ നമ്മളറിയാതെ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ അർത്ഥം വരണം, വാശി വരണം. അതിനുവേണ്ടി നിങ്ങൾ നിർത്താതെ, ഒരിക്കലും നിർത്തരുത്. നെവർ എവർ ഗിവ് അപ്പ് റീഡിങ്. വായന നിങ്ങൾ ഒരിക്കലും നിർത്തരുത്, വായിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ഡെഫിനറ്റ്ലി നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ വരും. ഞാനാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു എവരിവൺ.